ഹായ്. നമ്മൾ ഈ തീവണ്ടിയിൽ സഞ്ചരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഈ തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ആളുകളെ കാണുന്നില്ലേ? വണ്ടിയിൽ യാത്രക്കാരായിട്ടും ജോലി ചെയ്യുന്നവരായിട്ടും ക്യാഷിന് വേണ്ടി വണ്ടിക്കകത്ത് വന്ന് പാട്ട് പാടുന്നത്, ഓരോ സാധനങ്ങൾ വിൽക്കുന്ന അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ കണ്ടില്ലേ? പക്ഷെ നിങ്ങൾ ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് ഇവരെ കണ്ടിട്ടുണ്ട്? എത്ര പേര് ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ പലപ്പോഴും ഇവരെ കാണുന്നതാണ്. പക്ഷേ ഇവരുടെ ജോലിയുടെ ഭാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംഭവം അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ ദേ ഷൊർണൂർ എത്തി ഒരു 5 മിനിറ്റ് നിന്നപ്പോഴേക്കും തൊട്ടപ്പുറത്തൊരു ട്രെയിൻ വന്ന് നിന്നു. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്. അത് വന്ന് നിന്ന പാടെ തന്നെ ഓരോ ആളുകളും ഓരോന്ന് വലിച്ചെറിയൽ തുടങ്ങി. അതായത് ചായ കുടിച്ചതിൻ്റെ കപ്പ്, ഭക്ഷണം കഴിച്ചതിൻ്റെ കവറ്, അതായത് ബിരിയാണി കഴിച്ചതിൻ്റെ പാത്രം, ആ പ്ലേറ്റ്, അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ വലിച്ചെറിഞ്ഞു. ആ ചേച്ചി എൻ്റെ ട്രെയിൻ ഒരു അരമണിക്കൂർ അവിടെ 40 മിനിറ്റോളം അവിടെ ലേറ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു ഷൊർണൂർ. ആ ഒരു സമയത്ത് തൊട്ടപ്പുറത്തുള്ള ആ ട്രെയിൻ ഒരു 10-15 മിനിറ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ 15 മിനിറ്റ് ആ ചേച്ചിക്ക് അവിടുന്ന് മാറി നിൽക്കാനേ സമയം കിട്ടിയിട്ടില്ല. കാരണം ഒരു ബോഗിയുടെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് അടുത്ത ബോഗിയുടെ എത്തുമ്പോഴത്തേന് ആ ക്ലീൻ ചെയ്ത് പോയ ബോഗിയുടെ അവിടെ പിന്നെയും കച്ചറ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. ഇതിനെന്താണ് നമ്മുടെ നാടെന്താ ഇങ്ങനെയല്ലേ? ഇതുപോലെ മോശപ്പെട്ട ഒരു റെയിൽവേ സിസ്റ്റം വേറൊരു രാജ്യത്ത് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. സംശയമല്ല, ഉണ്ടാവില്ല. കാരണം ഇതുപോലെ ഇങ്ങനെ ജനങ്ങൾ എത്രമാത്രം ക്രൂരനാണ് മനുഷ്യർ അല്ലേ? ട്രെയിനിൻ്റെ അകത്ത് വാഷ് ബേസ്, കൈ കഴുകുന്നതിൻ്റെ താഴെ നമുക്ക് ഫുഡ് വേസ്റ്റ് ഇടാനുള്ള, അവിടെ വേസ്റ്റ് ഇടാനുള്ള ഇതുണ്ട്, സ്പേസ് ഉണ്ട്. ഇനി അതല്ല മറ്റേ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ലേഡീസിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ അകത്തും അതിനുള്ള വേസ്റ്റ് ബോക്സ് ഉണ്ട്. ഇതൊന്നും അല്ല, ഇതൊക്കെ ഈ പുറത്തോട്ട് ഇങ്ങനെ വലിച്ചെറിയുന്നതിൻ്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പാവം ശമ്പളത്തിനാണെങ്കിൽ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ഒന്നെടുത്ത് തിരിയുമ്പോഴേക്കും അടുത്തത് അതിന് മുന്നിലോട്ട് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കും. നമ്മുടെ നാട് നന്നാവുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.